നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. IVF-ന്റെ നൂതന ചികിത്സാ രീതികളെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ നമുക്കൊപ്പം ചേരുന്നത് തിരുവനന്തപുരം യാന ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റൽസ് ഡയറക്ടറും ചീഫ് കൺസൾട്ടന്റുമായ ഡോക്ടർ വിവേക് പോൾ വിധേയത്തിലാണ്. ഡോക്ടർ നമസ്കാരം. ഡോക്ടർ, IVF-ന്റെ ചികിത്സാ രീതികളെക്കുറിച്ച് വ്യക്തമാക്കുന്നതിന് മുമ്പ് IVF-നെ പറ്റി ചുരുക്കത്തിലൊന്ന് പറയാമോ? വന്ധ്യത ചികിത്സയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രീറ്റ്മെൻറ്റിൽ ഒന്നാണ് IVF അല്ലെങ്കിൽ ICSI ട്രീറ്റ്മെൻറ്റ് നമ്മൾ വിശേഷിപ്പിക്കുന്ന ട്രീറ്റ്മെൻറ്റ്. കല്യാണം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞിട്ട് കുട്ടികളാവാത്ത കണ്ടീഷനിലാണ് നമ്മൾ വന്ധ്യത എന്ന് പറയുന്നത്. അതിനകത്ത് 2-3 ഘട്ടമായിട്ടാണ് ട്രീറ്റ്മെൻറ്റുകളുള്ളത്. ചെറിയ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്, IUI പോലെ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, ലാപ്രോസ്കോപ്പി ഉണ്ട്. ഇതിലൊന്നും വിജയിക്കാതെ വരുമ്പോഴാണ് IVF പോലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജികളുള്ള ട്രീറ്റ്മെൻറ്റുകൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പം ഈ IVF ട്രീറ്റ്മെൻറ്റിന് വേണ്ടി അതിനൊരു കുറച്ച് ഇൻഡിക്കേഷൻസ് ഉണ്ട്. പ്രത്യേക കേസുകളിലാണ് നമ്മൾ IVF ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യകതയുള്ളത്. കാര്യം അത് സ്ത്രീകളിലും പുരുഷന്മാർക്കും ആ രീതിയിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ടെങ്കിൽ, കുറച്ച് പ്രോബ്ലം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കപ്പിൾസിന് IVF ട്രീറ്റ്മെൻറ്റിലൂടെ മാത്രമേ അവർക്ക് പോസിറ്റീവ് ആകാൻ സാധ്യത കൂടുന്നുള്ളൂ. ഫോർ എക്സാമ്പിൾ സ്ത്രീകളുടെ കാര്യം പറയുകയാണെങ്കിൽ അവർക്ക് അണ്ടവാഹിനി കുഴലുകൾ, അതായത് ഫെലോപ്പിയൻ ട്യൂബിൽ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ, 2 ഫെലോപ്പിയൻ ട്യൂബിലും സൈഡിലെയും ട്യൂബിൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും IVF പോലെ ട്രീറ്റ്മെൻറ്റുകളാണ് അവർക്ക് ചെയ്യേണ്ടി വരിക. എഗ്ഗിൻ്റെ നമ്പർ വളരെ കുറവാണ്, അല്ലെങ്കിൽ എഗ്ഗിൻ്റെ ക്വാളിറ്റിയും നമ്പറും അറിയാനായിട്ട് AMH എന്ന് പറഞ്ഞാൽ ആൻറ്റി മുലർ ഹോർമോൺ ബ്ലഡ് ടെസ്റ്റ് ചെക്ക് ചെയ്യുമ്പോൾ ആ വാല്യൂ വളരെ കുറവാണ് എങ്കിൽ അത് നമുക്കൊരു IVF പോലെ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യേണ്ടിയായിട്ട് വരാം. എഗ്ഗിൻ്റെ ഏജ് വളരെ കൂടുന്നു, അല്ലെങ്കിൽ ഏജ് ഒരു 35 വയസ്സിന് മുകളിലാണ്, അല്ലെങ്കിൽ 40 വയസ്സോട് ലഭിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ IVF ട്രീറ്റ്മെൻറ്റുകളായിരിക്കും വേണ്ടി വരിക. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്പേം കൗണ്ട് വളരെ കുറവാകുമ്പം ICSI പോലെ ട്രീറ്റ്മെൻറ്റുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അവർക്ക് നോർമലായിട്ട് IUI പോലെ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്ത് പരാജയപ്പെടുന്ന കണ്ടീഷൻസിലാണെങ്കിലും IVF ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് കുറച്ചധികം നാളായി അവർ ട്രീറ്റ്മെൻറ്റ് അവർ ഒരു അബ്രോഡ് താമസിക്കുന്ന കപ്പിളാണ്, അവർക്ക് ഈ വരുന്ന ആ ഒരു കുറച്ച് സമയമേ ഉള്ളൂ, അല്ലെങ്കിൽ ആ സമയത്തിനിടയ്ക്ക് നമുക്ക് IVF പോലെ ട്രീറ്റ്മെൻറ്റുകൾ പ്ലാൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ പല കണ്ടീഷൻസിൽ നമുക്ക് IVF ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. വന്ധ്യത ചികിത്സയിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളാണ് IVF അല്ലെങ്കിൽ ICSI പോലത്തെ ട്രീറ്റ്മെൻറ്റുകൾ. ART പോലെ ആർട്ടിഫിഷ്യൽ റിപ്പോർട്ടീവ് ടെക്നിക്സിനകത്ത് വരുന്ന ട്രീറ്റ്മെൻറ്റുകളാണ്. അത് ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്ന് പറഞ്ഞാൽ അത് കുറച്ചും കൂടെ സക്സസ് റേറ്റ്സ് കുറേ കൂടെ കൂടുതലായിരിക്കും. വ്യക്തമായിട്ട് അതിനകത്ത് എന്താണ്, എവിടെയാണ് പ്രോബ്ലം എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. എഗ്ഗിൻ്റെ കുഴപ്പമാണോ, അല്ലെങ്കിൽ സ്പെർമിൻ്റെ കുഴപ്പമാണോ, അല്ലെങ്കിൽ ഫെർട്ടിലൈസ് ചെയ്യുന്നതിൻ്റെ ഉള്ളൊരു പ്രോബ്ലമാണോ, എംബ്രിയോയിലുള്ള തകരാറാണോ, അല്ലെങ്കിൽ യൂട്രസിനകത്ത് എന്തുകൊണ്ടാണ് കുഞ്ഞാവാത്തത് എന്നുള്ളത് വ്യക്തമായിട്ട് ഇന്ന കാരണം കൊണ്ടാണ് എന്നുള്ളതും കുറച്ചും കൂടെ പോയിൻ്റ് ചെയ്ത് നമുക്ക് അറിയാനായിട്ട് ഈ IVF പോലെ ട്രീറ്റ്മെൻറ്റുകൾ ഗുണം ചെയ്യും. പിന്നെ ടൈം ടു പ്രഗ്നൻസി, അതായത് നമ്മളിപ്പോൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയാൽ മേ ബി ഒരു 2 to 3 മന്ത്സിനകത്ത് ടൈം ടു പ്രഗ്നൻസി കുറേ കൂടെ നമുക്ക് ഷോർട്ടൻ ചെയ്യാനും ഈ IVF ട്രീറ്റ്മെൻറ്റുകൾ സഹായിക്കും. അപ്പം അതുകൊണ്ട് ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഇൻഡിക്കേറ്റഡ് ആവുന്ന കേസ്, എല്ലാ കേസുകളിലും IVF വേണമെന്ന് ചോദിക്കാറുണ്ട്, അങ്ങനെയല്ല. അത്യാവശ്യമായിട്ടുള്ള ഇൻഡിക്കേറ്റഡ്, ഞാൻ നേരത്തെ പറഞ്ഞത് പോലത്തെ, അതുപോലെ ഓരോ പേഷ്യൻ്റെ കണ്ടീഷനും നോക്കി ആവശ്യമുള്ള അവർക്കൊരു IVF ട്രീറ്റ്മെൻ്റ് ആണ് ആവശ്യമെങ്കിൽ അതുപോലെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വ്യക്തമായിട്ട് നമുക്കൊരു പോസിറ്റീവ് വരാനുള്ളൊരു സാധ്യത കുറേ കൂടെ കൂട്ടാനും പോസിറ്റീവായിട്ടുള്ള അവർക്ക് കുഞ്ഞ് എന്നുള്ളൊരു കാര്യം എത്രയും പെട്ടെന്ന് നടക്കാനും ഉള്ളൊരു സാധ്യതകൾ IVF ട്രീറ്റ്മെൻറ്റിൽ കൂടുകയാണ്. വ്യക്തമാണ് ഡോക്ടർ. IVF-ന്റെ നൂതന ചികിത്സാ രീതികളെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയേണ്ടതുണ്ട്. ചികിത്സയ്ക്ക് മുമ്പ് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതുപോലെ എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട് ഡോക്ടർ? അപ്പോൾ ഇതിന് രണ്ടായിട്ട് അതിനെ പറയാം. അപ്പോൾ ഒന്ന്, IVF ട്രീറ്റ്മെൻറ്റിന് മുമ്പ് നമ്മൾ എന്തൊക്കെ തയ്യാറുകൾ എടുക്കേണ്ടത് എന്നുള്ളതും അതിനെപ്പറ്റി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഒരു IVF ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടെ ലെങ്തി ആയിട്ടുള്ള പ്രൊസീജിയറാണ്. കാര്യം അതിനകത്ത് കൗൺസിലിങ്സ് ഉണ്ട്, വൈഫിന് 10 ദിവസത്തെ ഇഞ്ചക്ഷൻസ് ഉണ്ട്, മെഡിസിൻസ് എടുത്ത് കഴിഞ്ഞ് എഗ്ഗ് എടുത്ത് എംബ്രിയോ ആക്കി തിരിച്ച് എംബ്രിയോ ഉള്ളിൽ നിക്ഷേപിക്കുന്ന എംബ്രിയോ ട്രാൻസ്ഫർ ഉൾപ്പെടെ പ്രൊസീജിയേഴ്സ് അതിനകത്തുണ്ട്. അപ്പം ഒരു IVF ഒരു കപ്പിൾ IVF ട്രീറ്റ്മെൻറ്റിന് റെഡി ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ലൈഫ് സ്റ്റൈൽ കുറേ മോഡിഫിക്കേഷൻസിൻ്റെ ആവശ്യമുണ്ട്. ഇപ്പോൾ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ പറയുന്ന പോലെ അവരുടെ വെയിറ്റ് കൂടുതലാണെങ്കിൽ വെയിറ്റ് റിഡക്ഷൻ ആലോചിക്കാം, എക്സസൈസ്, ഡയറ്റ് കാര്യങ്ങളൊക്കെ കാര്യമായിട്ട് നോക്കാം, എക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനുള്ള മെഡിസിൻസ് എടുക്കാം. അപ്പം അങ്ങനെ ഒരു ഫെർട്ടിലിറ്റി കൺസൾട്ടൻറ്റിനെ കണ്ട് അവർക്ക് പ്രീ ട്രീറ്റ്മെൻറ്റ്, അതായത് IVF-ന് മുന്നേ എടുക്കേണ്ടതായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങൾ എടുത്തിട്ട് വേണം ഒരു IVF ട്രീറ്റ്മെൻറ്റിലേക്ക് പോകാനായിട്ട്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ എന്ന് പറയുമ്പം പുകവലി, മദ്യപാനം ഉണ്ടെങ്കിൽ അത് ടോട്ടലായിട്ട് മാറ്റേണ്ടതായിട്ടുണ്ട്. ബിക്കോസ് ഒരു 1, 2, 3 മാസം കഴിയുമ്പോൾ അതിനകത്ത് നല്ല വ്യത്യാസങ്ങൾ സ്പേമിൽ വരും. കാര്യം ഈ പറഞ്ഞു, അല്ലെങ്കിൽ ഈ സ്മോക്കിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ DNA ഫ്രാഗ്മെൻറ്റേഷൻ കൂടുതലാവുകയും ജനറ്റിക് ആയിട്ടുള്ള പ്രോബ്ലംസൊക്കെ അവിടെ സ്പേമിനകത്ത് വരാം. അപ്പം ഈ പറയുന്ന ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് മാറ്റി അവർക്കും വെയിറ്റ് റിഡക്ഷൻ ഒരു പരിധിവരെ ചെയ്യാം. അങ്ങനെ മരുന്നുകൾ എടുക്കാം, സ്പേമിൻ്റെ കൗണ്ട്, മോട്ടിലിറ്റി, മോർഫോളജിയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനും DNA ഫ്രാഗ്മെൻറ്റേഷൻ കുറയാനായിട്ടുള്ള മരുന്നുകളൊക്കെ എടുക്കാം.
അപ്പോൾ ഇങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ്, അതായത് ഒരു 1 month എങ്കിലും 1 to 2 months എങ്കിലും ഒരു പ്രീ ട്രീറ്റ്മെൻറ്റ് ബിഫോർ IVF വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഡോക്ടറെ, ഫെർട്ടിലിറ്റി ഒരു IVF ഡോക്ടറെ കണ്ടു കഴിയുമ്പോൾ നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഈ ഒരു മാസം ഇന്ന കാര്യങ്ങളാണ് കഴിക്കേണ്ടത്, ഈ മെഡിസിൻസ് ആയിക്കോട്ടെ, അവരുടെ ലൈഫ് സ്റ്റൈലിൽ വരുത്തേണ്ട ചേഞ്ചസ് ഇതെല്ലാം പറയും, അതവർക്ക് ഫോളോ ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കൗൺസിലിങ്സ് ഉണ്ടായിരിക്കും. അപ്പം ആ പ്രൊസീജിയറിനെ പറ്റി കുറേ കൂടെ ഒരു അവയർനെസ്, എന്താണ് നമ്മൾ പ്രൊസീജിയറിൽ, എന്തൊക്കെ സ്റ്റെപ്സാണ് അതിനകത്തുള്ളത്, എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പം കപ്പിളിന് കറക്റ്റായിട്ട് അത് അറിയാനായിട്ട് പറ്റും. വിജയശതമാന സാധ്യതയെ പറ്റി അറിയാനും അവരുടെ പെർട്ടിക്കുലർ കേസിനകത്ത് അതിനുള്ള പോസിറ്റീവ് നെഗറ്റീവ് വശങ്ങളെ പറ്റിയൊക്കെ അറിയാൻ അവർക്ക് പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോപ്പർ കൗൺസിലിംഗ്, ഇപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിലാണെങ്കിൽ നമ്മളൊരു എംബ്രിയോളജി കൗൺസിലിംഗ് ഉണ്ട്, പിന്നെ നമ്മുടെ നോർമൽ ജനറൽ കൗൺസിലിംഗ് ഉണ്ട്, ഡോക്ടേഴ്സിൻ്റെ കൗൺസിലിംഗ്, ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മളൊരു IVFനെ പറ്റി അവർക്കൊരു വീഡിയോ കൺസൾട്ടേഷൻസ് ഉണ്ട്, വീഡിയോ ആയിട്ടുള്ള എഡ്യൂക്കേറ്റീവ് ആയിട്ടുള്ള കണ്ടൻറ്റുകളുണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു കപ്പിൾ IVF ട്രീറ്റ്മെൻറ്റിലേക്ക് കടന്നു വരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് കുറേ കൂടെ കപ്പിളിന് അത് കുറേ കൂടെ ഐഡിയ ഉണ്ടായിരിക്കും, എന്താണ് അതിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്നുള്ള കുറേ കൂടെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ക്ലാരിറ്റി ആയിട്ടുള്ള കാര്യം അതിനകത്ത് കിട്ടും. പിന്നെ രണ്ടാമത്തെ പാർട്ടാണ് നമ്മൾ പറഞ്ഞ IVFൻ്റെ നൂതന രീതികളെ പറ്റിയുള്ള ഒരു കാര്യം. അതാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യുന്ന കാര്യം. നമുക്കറിയാം, കേരളത്തിൽ പ്രത്യേകിച്ച് ഇൻഫെർട്ടിലിറ്റി രംഗത്തിൽ IVF ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പല കപ്പിൾസിനും അറിയാവുന്നൊരു കാര്യമാണ് ഇപ്പം. അതായത് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സക്സസ് റേറ്റ്സ് കൂടുതലാണെന്നും അത് ചെയ്ത് കഴിഞ്ഞാൽ അത് പോസിറ്റീവ് ആകാൻ സാധ്യതയുണ്ടെന്നുള്ള എല്ലാം കുറേ കപ്പിൾസിലെങ്കിലും തീർച്ചയായിട്ടും IVF ട്രീറ്റ്മെൻറ്റ് കാര്യം. ഞാൻ തുടങ്ങുന്ന സമയത്ത് എനിക്ക് ഒരു 15 വർഷം മുന്നേ ഒക്കെ IVF ട്രീറ്റ്മെൻറ്റിനെ പറ്റി കാര്യമായൊരു ധാരണ കപ്പിൾസിലില്ലായിരുന്നു. വളരെ കുറച്ച് പേർക്ക് മാത്രം ചെയ്യാവുന്നതും അത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളതും അങ്ങനെ അതിനെപ്പറ്റി കൂടുതൽ ധാരണകൾ അല്ലെങ്കിൽ എന്താണെന്നൊന്നും അറിയാത്ത ഒരു കണ്ടീഷനിൽ നിന്നും വളരെ കൂടുതലായിട്ട് കപ്പിൾസ് അതിനെപ്പറ്റി അറിയാൻ അതിൻ്റെ അവയർനെസ് കൂടിയിട്ടുണ്ട്. കുറേ കപ്പിൾസ് IVF ട്രീറ്റ്മെൻറ്റ് ചെയ്യാറുണ്ട്. IVF കേസ് നമ്പേഴ്സ് വളരെ കൂടുന്നുണ്ട് കേരളത്തിൽ. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ IVF ട്രീറ്റ്മെൻറ്റ് ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ IVF ട്രീറ്റ്മെൻറ്റിനകത്ത് ഉണ്ട്. പക്ഷേ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഫീൽഡ്, അതായത് ഫെർട്ടിലിറ്റി IVF ട്രീറ്റ്മെൻറ്റ് കുറേ ലേറ്റസ്റ്റ് അഡ്വാൻസ്മെൻറ്റ്സ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസും കൂടെ അതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്താൽ നമുക്ക് സക്സസ് റേറ്റുകൾ കുറേ കൂടെ നന്നായിട്ട് കൂട്ടാനായിട്ട് പറ്റും. അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ നൂതനമായ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. അതുകൊണ്ടാണ് കാര്യം, സാധാരണ ഒരു നോർമൽ സാധാരണ ഒരു IVF ICSI ട്രീറ്റ്മെൻറ്റ് പോലെ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തൊരു സക്സസ് റേറ്റ് വരാവോ, അതിനേക്കാട്ടിലും കുറച്ചും കൂടെ അഡ്വാൻസ്മെൻറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുമ്പോൾ അതിനകത്ത് സക്സസ് റേറ്റ്സ് വരാനുള്ള സാധ്യതകൾ കുറേ കൂടെ കൂടുതലാണ്. അത് പല രീതിയിൽ അതിൻ്റെ അഡ്വാൻസ്മെൻറ്റ്സ് വരുന്നുണ്ട്. എംബ്രിയോളജി പരമായിട്ടുള്ള രീതിയിൽ വ്യത്യാസങ്ങളുണ്ട്, ഇഞ്ചക്ഷൻസിൻ്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ട്, അത് ചെയ്യുന്ന ടെക്നിക്കിൽ വ്യത്യാസമുണ്ട്, അത് ചെയ്യുന്ന പ്രൊസീജിയർ സമയത്ത് ചെയ്യുന്ന മരുന്നുകൾ, കൊടുക്കുന്ന മരുന്നുകളിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്ന പല കാര്യങ്ങൾ നമ്മൾ നമ്മുടെ പ്രാക്ടീസിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാറുണ്ട്. ലോകത്തിൽ പല സ്ഥലങ്ങളിലും നടക്കുന്ന സ്റ്റഡീസ്, അതായത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആ ഡെവലപ്മെൻറ്റ് വരുന്ന ആ സ്റ്റഡികൾ നമ്മൾ ലോകത്തിലുള്ള പല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ട്രീറ്റ്മെൻറ്റിനകത്ത് കോർത്തിണക്കിക്കൊണ്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ശരാശരി IVF ICSI ട്രീറ്റ്മെൻറ്റിൽ നിന്നും കുറേ കൂടെ ഉയർന്ന രീതിയിൽ ചെയ്യാനും കുറേ കൂടെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്താനും കുറേ കൂടെ വിജയശതമാന സാധ്യത പേഷ്യൻറ്റ് നൽകാനും അതുകൊണ്ട് സാധിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ അതിനൂതന ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഇൻ IVF ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് പറയുകയും നമ്മൾ നടപ്പാക്കുകയും ചെയ്യുന്ന ഒരു കാര്യം. ഇതിൻ്റെ റെലവൻസ് അതുകൊണ്ടാണ്. വ്യക്തമാണ് ഡോക്ടർ. ചികിത്സ, ഈ IVF ചികിത്സ എത്രത്തോളം സമയമെടുക്കുന്ന ഒരു പ്രൊസീജിയറാണ്? അതുപോലെ ചികിത്സാ ഘട്ടത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്? ഈ ഒരു പ്രൊസീജിയർ, അതായത് IVF ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ അത് ഞാൻ പറഞ്ഞല്ലോ, അതൊരു കുറച്ച് ലെങ്തി ആയിട്ടുള്ള പ്രൊസീജിയറാണ്. കാര്യം, കപ്പിളിന് ഈ കൗൺസിലിംഗ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം അവർക്ക് IVF ഇഞ്ചക്ഷൻസ് തുടങ്ങുമ്പോൾ ഒരു 10 ദിവസം 12 ദിവസം IVF ഇഞ്ചക്ഷൻസ് വൈഫിന് എടുത്തതിന് ശേഷമാണ് ഈ എഗ് കളക്ഷൻ പ്രൊസീജിയറിലേക്ക് പോകുന്നത്. ആ എഗ് കളക്ഷൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഹസ്ബൻഡ് സ്പേം എഗ്ഗും തമ്മിൽ യോജിപ്പിക്കുന്ന 2 ടെക്നീക്കുകളാണ് IVFും ICSIയും എന്ന് പറയുന്നത്. IVFിൽ നോർമലായിട്ട് എഗ്ഗിന് ചുറ്റും സ്പേംസ് ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ച് നാച്ചുറലായിട്ടൊരു എഗ്ഗിനകത്തേക്ക് സ്പേം ഫെർട്ടിലൈസ് ചെയ്യുന്നതാണ് IVF ട്രീറ്റ്മെൻറ്റ് എങ്കിൽ, ഒരു ഏറ്റവും ബെസ്റ്റിനെ സ്പേമിനെ സെലക്ട് ചെയ്തിട്ട് എഗ്ഗിനകത്തേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുന്ന ഒരു ടെക്നീക്കാണ് ICSI എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 ടെക്നീക്കുകളിലൂടെയും എഗ്ഗിനെയും സ്പേമിനെയും ഫെർട്ടിലൈസ് ചെയ്യാനായിട്ടുള്ള രീതി ആണ് ഈ 2 ടെക്നീക്കുകളിലും ഉള്ളത്. അപ്പം ആ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ എംബ്രിയോ ഭ്രൂണമാവുകയും ആ ഭ്രൂണം തിരിച്ച് ഗർഭത്തിനകത്ത് നിക്ഷേപിക്കാനായിട്ട് പറ്റും. ഫ്രഷ് ട്രാൻസ്ഫർ ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ അതേ മാസം തന്നെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം 15 ദിവസം കഴിഞ്ഞാണ് ബ്ലഡ് ടെസ്റ്റ് ചെക്ക് ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ അതുകൊണ്ട് ആ ട്രീറ്റ്മെൻറ്റ് മൊത്തം നമുക്ക് 1 മാസത്തിനകത്ത് ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ചില കേസുകളിൽ എംബ്രിയോ ശീതീകരിച്ച് വെക്കുകയും
1 മാസം വിട്ടിട്ട് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യേണ്ടതായിട്ട് വരാം. അങ്ങനെ ചെയ്യുന്ന ഫ്രോസൺ എംബ്രിയോ ട്രാൻസ്ഫറിൻ്റെ റിസൾട്ട്സുകൾ കുറച്ചും കൂടി ബെറ്ററാണ്. ചില കണ്ടീഷൻസിൽ ഫ്രോസൺ എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യവും. നമ്മൾ ഈ ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് എന്ന് അതിനൂതന ടെക്നിക്ക് ഓപ്ഷൻസിനകത്ത് നമ്മൾ പറയുമ്പോൾ അതിനകത്ത് കുറച്ച് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസാണ് നമുക്ക് പറയാനായിട്ട് ഞാൻ പ്രത്യേകമായിട്ട് ഒന്ന് ഈ ടൈം എടുക്കുന്നത്. അതായത് ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് പീസോ ഇക്സി പോലത്തെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ്. അതായത് ശരാശരി നമ്മളിപ്പം പറഞ്ഞ ഈ സാധാരണ ഒരു ഇക്സി ട്രീറ്റ്മെൻറ്റിൽ നിന്നും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് പീസോ ഇക്സി എന്ന് പറയുന്നത്. അതായത് എങ്ങനത്തെ ആൾക്കാർക്ക് അത് ചെയ്യാം? നേരത്തെ ഒരു IVF ചെയ്ത് പരാജയപ്പെട്ട ഇക്സി ട്രീറ്റ്മെൻറ്റ് സാധാരണ ഇക്സിയിൽ പരാജയപ്പെടുന്നവർക്ക് പീസോ ഇക്സി കുറച്ചും കൂടി വിജയകരമായിരിക്കാം. അവർക്ക് നേരത്തെ IVF ട്രീറ്റ്മെൻറ്റിൽ ഫെയിലിയർ ഉള്ളവരായിക്കോട്ടെ, അമ്മയുടെ മെറ്റേണൽ ഏജ് കുറച്ചും കൂടെ കൂടുതലായിട്ടുള്ളവർ, AMH വാല്യൂ വളരെ കുറവ്, എഗ്ഗിൻ്റെ നമ്പർ വളരെ കുറവായിട്ടുള്ളവർക്ക് ഈ ഒരു ടെക്നീക്കിലൂടെ, അതായത് ഇക്സി തന്നെയാണ് പക്ഷേ അതിനകത്ത് ഒരു പർട്ടിക്കുലർ അതിനകത്ത് ഇക്സി ചെയ്യുമ്പോൾ ആ ഇഞ്ചെക്ട് ചെയ്യുന്നതുകൊണ്ട് ആ ട്രോമ കുറേ കൂടെ കൂടുതലാണ്, കുറച്ചും കൂടെ ഡാമേജ് വരാനുള്ള സാധ്യത കൂടെ. അത് കൺട്രോൾ ചെയ്യാനായിട്ട് ഈ എഗ്ഗ് നമ്മളൊരു പീസോ ഇലക്ട്രിക് കറൻറ്റിലൂടെയാണ് സ്പേം എഗ്ഗിനകത്തേക്ക് പ്രവേശിക്കുന്നതും. അങ്ങനെയാണ് നമുക്ക് ഈ പറയുന്ന പോലെ അതിലൂടെ കിട്ടുന്ന എംബ്രിയോസിൻ്റെ ക്വാളിറ്റി കുറേ കൂടെ നല്ലതാവുകയും അതിൻ്റെ സക്സസ് റേറ്റ്സ് ഫെർട്ടിലൈസേഷൻ ഇമ്പ്രൂവ് ആവുന്നതായിട്ടാണ് നമ്മുടെ എക്സ്പീരിയൻസിലും സ്റ്റഡികളിലും ഉള്ളത്. അപ്പോൾ പീസോ ഇക്സി പോലെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് സാധാരണ ഒരു ഇക്സി ട്രീറ്റ്മെൻറ്റിനേക്കാളും കുറച്ചും കൂടെ സക്സസ് റേറ്റ്സ് തരുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ്. രണ്ടാമതൊരു അഡ്വാൻസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഇക്സിക്ക് ഉപയോഗിക്കുന്ന ഈ സ്പേം നമ്മൾ സാധാരണ ഒരു എംബ്രിയോളജിസ്റ്റ് അവർ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഏറ്റവും മോട്ടിലിറ്റി ചലനമുള്ള ഷേപ്പ് നോർമലായിട്ടുള്ള സ്പേം ഇഞ്ചെക്റ്റ് ചെയ്യുന്നു. പക്ഷേ നമ്മൾ സ്പേം സെലക്ഷൻ ടെക്നീക്സിലൂടെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള, ഇപ്പോൾ അതിനകത്ത് മൈക്രോഫ്ലൂയിഡിക് ടെക്നീക്സ് ഉണ്ട്, മാഗ്നറ്റിക് സെപ്പറേഷൻസ് ഉണ്ട്. അപ്പോൾ അതിലൂടെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സ്പേം സെലക്ട് ചെയ്യാൻ പറ്റും. ആ സ്പേം സെലക്ട് ചെയ്യുമ്പോൾ DNA ഫ്രാഗ്മെൻറ്റേഷൻ കൂടുതലുള്ളതോ മോശമായിട്ടുള്ള സ്പേംസ് നമുക്ക് ഫിൽറ്റർ ഔട്ട് ചെയ്തിട്ട് ഏറ്റവും ബെസ്റ്റ് സ്പേം സെലക്ട് ചെയ്ത് ഇക്സി ചെയ്യുന്ന സമയത്ത് അതിലൂടെ കിട്ടുന്ന ഭ്രൂണത്തിൻ്റെ ക്വാളിറ്റി കുറേ കൂടെ ഇമ്പ്രൂവ്ഡ് ആയിരിക്കും. സൈമോട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ടെക്നീക്സ്, അതുപോലെ സ്പേം സോർട്ടറോ അതുപോലെയുള്ള രീതികളിലൂടെ കിട്ടുന്ന എംബ്രിയോസിൻ്റെ ക്വാളിറ്റിയും അതിലൂടെ കിട്ടുന്ന ഇക്സി അത് ചെയ്തെടുക്കുന്ന IVFൻ്റെ ഇക്സി ട്രീറ്റ്മെൻറ്റ് പോസിറ്റീവ് സക്സസ് റേറ്റ്സും കുറേ കൂടെ കൂടുതലാണ്. മൂന്നാമതൊരു അഡ്വാൻസ്മെൻ്റ് ആണ് നമ്മളുടെ ഈ ഒരു എംബ്രിയോൻ്റെ ഒരു IVFൻ്റെ ഏറ്റവും സക്സസ് റേറ്റ് നിർണായകമായ കാര്യം നമ്മൾ തിരിച്ചു വയ്ക്കുന്ന ഭ്രൂണത്തിൻ്റെ ക്വാളിറ്റിയാണ്. ഭ്രൂണത്തിൻ്റെ ക്വാളിറ്റി ഏറ്റവും കൂടുതൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നത് അതൊരു എക്സ്റ്റൻഡഡ് കൾച്ചർ ചെയ്യുകയും Day 2 Day 3 പോലെ ക്ലീവേജ് സ്റ്റേജിൽ നിന്ന് മാറി ഒരു Day 5 ഒരു ബ്ലാസ്റ്റോസിസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യാൻ പറ്റിയാൽ കുറേ കൂടെ സക്സസ് റേറ്റ്സ് നമുക്ക് അതിനകത്ത് കൂട്ടാനായിട്ട് പറ്റും. അതുപോലെ Day 5 ഒരു ബ്ലാസ്റ്റോസിസ് ട്രാൻസ്ഫറോ അല്ലെങ്കിൽ സീക്വൻഷ്യലായിട്ട് ചെയ്യുന്ന സീക്വൻഷ്യൽ ട്രാൻസ്ഫറോ നമുക്ക് IVF സക്സസ് റേറ്റ്സ് കൂട്ടാനായിട്ട് സഹായകരമായിരിക്കും. വ്യക്തമാണ് ഡോക്ടർ. നമ്മുടെ കൂടെ ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. കൽപ്പറ്റയിൽ നിന്ന് രാജ്കുമാറാണ്. രാജ്കുമാർ ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. നമ്മുടെ IVFന്റെ ഇതില് പ്രഗ്നൻസിയുടെ ഇതില് ടിൻ പ്രഗ്നൻസി അതിനെപ്പറ്റി എങ്ങനെയാണ് കാര്യങ്ങളൊന്ന് പറഞ്ഞുതരാമോ? ഇപ്പം എല്ലാവർക്കും ഒരു ചോദ്യമാണ്, നല്ലൊരു ചോദ്യമാണ്. കാര്യം അതിനകത്ത് എല്ലാവർക്കും ഉള്ളൊരു ധാരണ എന്ന് പറഞ്ഞാൽ IVF ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ ട്വിൻ പ്രഗ്നൻസി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. കാര്യം ഞാൻ പറഞ്ഞു, ഭ്രൂണം നമ്മൾ ആക്കിയതിന് ശേഷം ഭ്രൂണം നമ്മൾ ഗർഭപാത്രത്തിനകത്തേക്ക് എംബ്രിയോ ട്രാൻസ്ഫർ എന്ന പ്രൊസീജിയറിലൂടെയാണ് ഗർഭപാത്രത്തിനകത്തേക്ക് നമ്മൾ ഭ്രൂണം നിക്ഷേപിക്കുന്നത്. അപ്പം ഇത് എത്ര എംബ്രിയോ തിരിച്ചു വെക്കുന്നു എന്ന് ഡിപ്പെൻഡ് ചെയ്താണ് അത് വരുന്നത്. ഇപ്പം നമുക്കൊരു ചില കപ്പിൾസ് പറയാറുണ്ട് നമുക്കൊരു എംബ്രിയോ വെച്ചാൽ മതി, അങ്ങനെ സിംഗിൾ എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്താൽ ഒരു കുഞ്ഞു ആവാനുള്ള സാധ്യത അതിനകത്തുണ്ട്. ചില കേസുകളിൽ 2 എംബ്രിയോ വെച്ച് കഴിഞ്ഞാൽ ട്വിൻസ് അതിനകത്ത് 2ഉം ഇംപ്ലാന്റ് ചെയ്യുകയാണെങ്കിൽ ട്വിൻസ് വരാം. മാക്സിമം 3 എംബ്രിയോ വരെ നമുക്ക് തിരിച്ച് എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യുന്ന കണ്ടീഷൻസിൽ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ART ഗൈഡ് ലൈൻസ് പ്രകാരം ചില സ്പെസിഫിക് കണ്ടീഷൻസിലാണ് നമുക്ക് ആ 3 എംബ്രിയോ, ഇപ്പം 35 വയസ്സിന് മുകളിൽ പ്രായമുള്ളൊരു സ്ത്രീയുടെ ഏജ്, മദറിൻ്റെ ഏജ് അത്രയാണ് എങ്കിൽ, അല്ലെങ്കിൽ പ്രീവിയസ് IVF ഫെയിലിയർ കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ, അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് 3 എംബ്രിയോ വരെ വെക്കാനായിട്ട് പറ്റും. അപ്പം ഈ 3 എംബ്രിയോ അല്ലെങ്കിൽ 2 എംബ്രിയോ വെക്കുമ്പം എല്ലാ കേസുകളിലും 2എണ്ണമോ 3എണ്ണമോ പിടിക്കണമെന്നില്ല. ചിലപ്പോൾ 3 എംബ്രിയോ വെക്കുമ്പോഴും പല കാരണങ്ങളാൽ അത് ചിലപ്പോൾ ഇംപ്ലാന്റ് ആവാതെ ഇരിക്കാം. പക്ഷേ ഈ 3 എണ്ണം വെച്ച് കഴിയുമ്പോൾ അതിനകത്ത് ഈ 2 നമ്മൾ ബ്ലാസ്റ്റോസിസ്റ്റ് Day 5 ഞാൻ നേരത്തെ പറഞ്ഞ Day 5 ട്രാൻസ്ഫറൊക്കെ ആണെങ്കിൽ നമ്മൾ 2 ബ്ലാസ്റ്റോസിസ്റ്റ് വെക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ അത് പിടിച്ചാൽ ആ 2 എംബ്രിയോ പിടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ട്വിൻസ് വരാനുള്ള സാധ്യത ഉണ്ട്. ട്വിൻസ് ആവാൻ വേണ്ടി നമ്മൾ ഒരിക്കലും കൂടുതൽ എംബ്രിയോകൾ വെക്കണമെന്ന് അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യം. പേഷ്യൻറ്റിൻ്റെ ഹിസ്റ്ററിയും അവരുടെ കണ്ടീഷനും നോക്കി അവരുടെ ബോഡി യൂട്രസിന് താങ്ങാൻ പറ്റുന്ന കണ്ടീഷനും വെച്ച് എപ്പോഴും ഒരു സിംഗിൾ പ്രഗ്നൻസി, ഒരു സിംഗിൾ ടൺ വരുന്നത് എപ്പോഴും നല്ലതാണ്.
പക്ഷേ ചില കേസുകളിൽ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ അങ്ങനത്തെ ഇൻഡിക്കേറ്റഡ് കേസുകളിൽ ചിലപ്പോൾ നമുക്ക് 2 ഭ്രൂണമോ 3 ഭ്രൂണമോ വെക്കേണ്ടി വരുന്ന കണ്ടീഷൻസിലാണ് ഇങ്ങനൊരു ഇത് വരുന്നത്. അപ്പോൾ അങ്ങനെ ട്വിൻസ് വരാനുള്ള സാധ്യതയുണ്ട്. IVF തീർച്ചയായിട്ടും ചെയ്യുമ്പം ചില കേസുകളിൽ ട്വിൻസ് വരാം. സാധാരണഗതിയിൽ ഒരു 10 മുതൽ 15% വരെയാണ് ഈ പ്രഗ്നൻസി അല്ലെങ്കിൽ ഈ മൾട്ടിപ്പിൾ പ്രഗ്നൻസി റേറ്റ് എന്ന് പറയുന്നത്. അതിനേക്കാളും കൂടുതൽ ശരിക്കും പറഞ്ഞാൽ ആവാൻ പാടില്ല. കാര്യം കറക്റ്റായിട്ട് നോക്കി ട്വിൻസ് വരെ. പക്ഷേ ട്വിൻസ് ആയാൽ ആ ഒരു IVF പ്രഗ്നൻസി നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് കൊണ്ടുപോകണം. ആവശ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് യൂട്രസിൻ്റെ സെർവിക്സിൻ്റെ അവിടെ ഒരു എൻസർക്കിളേജ് ചില കേസുകളിൽ ചെയ്യേണ്ടിയായിട്ട് വരാം. എന്നിട്ട് അത് മുന്നോട്ട് പോവുകയും പ്രഗ്നൻസി നമ്മൾ സാധാരണ ഒരു 40 ആഴ്ച വരെ 38-40 ആഴ്ച വരെ പോവുമെങ്കിൽ ട്വിൻസിൽ ചിലപ്പോൾ ഒരു 35-36 ആഴ്ചയാകുമ്പം ചിലപ്പം അവർ ഡെലിവറിയിലേക്ക് പോകേണ്ടിയായിട്ട് വരാം. ഈ സാധാരണ ഒരു പ്രഗ്നൻസി അപേക്ഷിച്ച് IVF പ്രഗ്നൻസികൾ കുറേ കൂടെ കെയർഫുള്ളായിട്ട് നോക്കേണ്ട ഒരു ഇതാണ്. കാര്യം അതിനകത്ത് പ്രീ ടേം പെട്ടെന്ന് സമയത്തിന് മുന്നേ ആയിട്ട് പേഷ്യൻ്റ് ലേബറിലോട്ട് പോകാം. നേരത്തെ പറഞ്ഞ ട്വിൻ പ്രഗ്നൻസി പോലെ കാര്യങ്ങൾ വരാം. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ നല്ലൊരു NICU ഫെസിലിറ്റി വളരെ അത്യാവശ്യമാണ്. നമ്മുടെ ഹോസ്പിറ്റലിലും ഒക്കെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള 26-27 വീക്സ് തൊട്ട് നമുക്ക് വരുന്ന കുഞ്ഞുങ്ങളെ റെഡിയാക്കാനും അവരെ സർവൈവ് ചെയ്യിപ്പിച്ച് കറക്റ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന വളരെ സജ്ജമായ ഒരു നിയോനേറ്റൽ NICU ഫെസിലിറ്റി ഉള്ള സ്ഥലങ്ങൾ തീർച്ചയായിട്ടും IVF ചെയ്യുന്ന സെൻറ്റേഴ്സിൽ ഉണ്ടാവുന്ന അത്യാവശ്യമാണ്. കാര്യം ഈ നേരത്തെ ചോദിച്ച ട്വിൻ പ്രഗ്നൻസി പോലെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നേരത്തെ പ്രഗ്നൻസി കോംപ്ലിക്കേഷൻസ് വന്നു കഴിഞ്ഞാൽ അത്രയും പ്രഷ്യസ് പ്രഗ്നൻസികളെ വളരെ ബുദ്ധിമുട്ടി കിട്ടുന്ന ഈ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു NICU ടീമും ഒരു ഡോക്ടേഴ്സും അതും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു ഘടകമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഒരു IVFന് പോകുമ്പോൾ IVF ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ പോസിറ്റീവായി കഴിഞ്ഞാൽ നമ്മുടെ മുന്നോട്ടുള്ള ട്രീറ്റ്മെൻറ്റിലും എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഡോക്ടർ, IVF പോലുള്ള ചികിത്സാ രീതികളുടെ സങ്കീർണതകൾ എന്തൊക്കെയാണ്? അതുപോലെ പലർക്കും ഉണ്ടാവുന്ന ഒരു സംശയമാണ് ഇത് എത്രത്തോളം സുരക്ഷിതമാണെന്ന് ഒന്ന് വ്യക്തമാക്കാമോ? IVF ട്രീറ്റ്മെൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വളരെ സയൻറ്റിഫിക് ബേസിസ് ഉള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ അതിനകത്ത് വളരെ കെയർഫുള്ളായിട്ട് ചെയ്യേണ്ട വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ടീം ഓഫ് ഡോക്ടേഴ്സും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് കുറേ കേസുകൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരു സെൻറ്ററും നോക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പല കപ്പിൾസിനും ഉള്ള ഒരു ഡൗട്ടാണ്, ഇത് വളരെ കോംപ്ലിക്കേഷൻസ് ഉണ്ടോ, നമ്മൾ പേടിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ടോ, അങ്ങനെ ഒരു ന്യായമായ ഒരു രീതിയിൽ അവർക്ക് കുറേ പേർക്ക് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരുന്ന ഒരു ഡൗട്ടുകളാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ കൗൺസിലിംഗ് സെഷൻസൊക്കെ അതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം ശരിക്കും നമുക്കിപ്പോൾ വൈഫിന് ഇഞ്ചക്ഷൻസ് 10 ദിവസം ഇഞ്ചക്ഷൻ എടുക്കുമ്പം വളരെ സേഫായിട്ടുള്ള ഇഞ്ചക്ഷൻസ് ആയിരിക്കണം. വളരെ ക്വാളിറ്റിയുള്ള റിക്കവർമെൻറ്റ് ഇഞ്ചക്ഷൻസ് പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണം. അങ്ങനെ യൂസ് ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ ആ ഇഞ്ചക്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ വൈഫിന്, അതായത് ഓവർ ഡോസ് ആവാതെ കറക്റ്റ് ഡോസ് സ്റ്റിമുലേറ്റേഷൻ ചെയ്ത്, എന്നാൽ അണ്ടർ ഡോസ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിലേക്ക് കിട്ടത്തുമില്ല. അപ്പോൾ അങ്ങനെ കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുക എന്നുള്ളത് ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സേഫ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യാൻ പറ്റുക എന്നുള്ളത് കപ്പിളിനെ സംബന്ധിച്ചിടത്തോളം ആ പ്രൊസീജിയർ മൊത്തം സ്മൂത്തായിട്ട് പോകാൻ അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം ആ ഒരു ഇഞ്ചക്ഷൻസ് എടുക്കുമ്പോഴോ പ്രൊസീജിയർ ടൈമിലോ അത് കഴിഞ്ഞ് അവർക്ക് വലിയ പ്രോബ്ലംസോ ഹൈപ്പർ സ്റ്റിമുലേഷനോ ഒന്നും ഇല്ലാതെ പോകാനായിട്ട് പറ്റണം. രണ്ടാമത്തെ ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് അവർക്ക് ഈ എഗ് കളക്ഷൻ പ്രൊസീജിയർ വളരെ പെയിൻഫുൾ ആയിട്ടുള്ള പ്രൊസീജിയറാണോ അല്ലെങ്കിൽ വളരെ വേദന സംഭവമാണോ എന്നുള്ള അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെയല്ല. കാര്യം എഗ് കളക്ഷൻ വളരെ ചെറിയൊരു പ്രൊസീജിയറാണ്. അത് ഷോർട്ട് അനസ്തീഷ്യയിലാണ് അത് കൊടുക്കുന്നത്. എഗ്ഗ് എടുക്കാൻ ആ പ്രൊസീജിയർ ചെയ്യാൻ ഒരു 15 മിനിറ്റ് ആയിരിക്കും കൂടുതൽ വേണ്ടി വരിക. അപ്പോൾ ആ പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ പേഷ്യൻ്റ് അവേക്ക് ആവുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും അത് പേഷ്യൻറ്റിന് ഒരു പെയിൻഫുൾ ആയിട്ടുള്ള പ്രോബ്ലമോ ഒരു പേടിക്കുന്ന ഒരു സംഭവമോ ഒന്നും ആവുന്നില്ല. അത് വളരെ മൈനറായിട്ടുള്ളൊരു പ്രൊസീജിയറാണ് എഗ് കളക്ഷൻ. എംബ്രിയോ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ തിരിച്ച് ഗർഭപാത്രത്തിനകത്തേക്ക് നിക്ഷേപിക്കുന്ന ഒരു പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ അനസ്തീഷ്യ പോലും വേണ്ടാത്ത ചെറിയൊരു പ്രൊസീജിയറാണ്. അപ്പം ഈ ട്രീറ്റ്മെൻറ്റുകൾ മൊത്തത്തിൽ വരുന്ന അതിനകത്ത് എടുക്കുന്ന മരുന്നുകളും ഒക്കെ അത്യാവശ്യം എല്ലാം സേഫായിട്ടുള്ള, അങ്ങനെ പേഷ്യൻസിന് ഭയങ്കര പേടിക്കേണ്ട രീതിയിലോ അതിൽ നിന്ന് മാറി നിൽക്കേണ്ട കാരണം വരുന്ന രീതിയിലൊന്നും വരുന്നതല്ല. കുറേ കപ്പിൾസ് IVF ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ മടിക്കുന്നത് അത് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട്, അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുമോ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രോബ്ലംസ് കോംപ്ലിക്കേഷൻസ് വരുമോ. പക്ഷേ അങ്ങനെ തീർത്തും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം IVF ട്രീറ്റ്മെൻറ്റ് അങ്ങനെ പ്രോബ്ലംസ് ഉണ്ടാവാറില്ല എന്നുള്ളതും അതിന് സക്സസ് റേറ്റ്സ് വളരെ, എന്നാൽ സക്സസ് റേറ്റ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കുറേ പെട്ടെന്ന് ഒരു പോസിറ്റീവ് ഇതിലേക്ക് വരാനുള്ളൊരു സാധ്യതയൊക്കെ IVF ട്രീറ്റ്മെൻറ്റിനകത്ത് കൂടുതലായിട്ടുണ്ട്. അങ്ങനെ കുറച്ച് സങ്കീർണതകളുണ്ടെങ്കിൽ പോലും എങ്ങനെ IVF ട്രീറ്റ്മെൻറ്റിൽ കുറച്ച് കോംപ്ലക്സിറ്റീസ് അത് അങ്ങനെ ഉണ്ടെങ്കിലും പക്ഷേ അത് വളരെ പ്രോപ്പറായിട്ടുള്ളൊരു കൗൺസിലിങ്ങിലൂടെ നമ്മൾ കൗൺസിലിംഗ് കപ്പിളിന് കൊടുക്കാറുണ്ട്. അവർക്കൊരു വീഡിയോ ഡെമോൺസ്ട്രേഷൻ ഉണ്ട്, അവർക്ക് AI ഗ്ലാസ്സുകളൊക്കെ വെച്ച് അവർക്ക് കൃത്യമായിട്ട് അവരുടെ ബോഡിയിൽ എന്താ സംഭവിക്കുന്നത് എന്നുള്ളതിൻ്റെയും ആ കൗൺസിലിങ്ങിൻ്റെ ഫീഡ്ബാക്സിൽ നിന്നൊക്കെ അവർക്ക് എല്ലാവർക്കും വളരെ ക്ലിയറായിട്ട് പ്രൊസീജിയറെ പറ്റി അറിയാനും
അത് അവർക്കത് ഫീൽ ചെയ്യാനും അവർക്കൊരു നല്ലൊരു പേഷ്യൻ്റ് എക്സ്പീരിയൻസ് വരുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ വളരെ കൂടുതലായിട്ടും നന്നായിട്ടും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. ഈ അതിനൂതന ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ എംബ്രിയോ വെക്കുന്ന പോലെ തന്നെ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഗർഭപാത്രത്തിൻ്റെ ലൈനിങ്, എൻഡോമെട്രിയൽ തിക്നെസ് എന്ന് പറയുന്നത്. കാര്യം കുറേ പേഷ്യൻസ് ഇങ്ങനെ ഉണ്ടല്ലേ, നമ്മൾ ഏറ്റവും ബെസ്റ്റ് എംബ്രിയോ വെച്ച് ഡോക്ടറെ 2 പ്രാവശ്യം 3 പ്രാവശ്യം നമ്മൾ പല സ്ഥലങ്ങളിൽ ചെയ്ത് ഐഫ് ചെയ്ത് നെഗറ്റീവ് ആകുന്നു. അതെന്തുകൊണ്ടും ആകുന്നു. ഞാനൊന്ന് ഇടപെടുകയാണ്. നമ്മുടെ കൂടെ ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ചന്ദ്രനാണ്. ചന്ദ്രൻ ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, പറഞ്ഞോളൂ ചന്ദ്രൻ. ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ. ഞാനൊരു സംശയം ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ഒരു വൈഫ് ഇതുപോലെ ഒരു ഹോസ്പിറ്റൽ IV ചെയ്തായിരുന്നു ഒരിക്കൽ. അപ്പൊ അത് ചെയ്തിട്ട് ഈ 5 days മറ്റേ അത് കഴിഞ്ഞിട്ട് ബ്ലാസ്റ്റിംഗ് എന്ന് അങ്ങനത്തെ ഇപ്പം ഡോക്ടർ പറഞ്ഞല്ലോ, അതുപോലെ പറഞ്ഞു. അത് കഴിഞ്ഞ് പക്ഷെ അത് ഫെയിലായിപ്പോയി. ഈ 5 days കഴിഞ്ഞ് എല്ലാം വെരി ഗുഡാണ് എംബ്രിയോ എന്ന് പറഞ്ഞിട്ടും അൺഫോർച്ചുനേറ്റ്ലി അതൊരു ഫെയിലായിപ്പോയി. അതെന്തുകൊണ്ടായിരിക്കാം ഡോക്ടറെ? ഇപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ എല്ലാവരും ക്ലിയർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം. IVF ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ ഒരു നല്ലൊരു ബ്ലാസ്റ്റോസിസ് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ നോർമലായ കണ്ടീഷനിൽ ബ്ലാസ്റ്റോസിസ് ട്രാൻസ്ഫർ നമുക്ക് അതിനകത്ത് സക്സസ് റേറ്റ് ഒരു 50 മുതൽ 60% വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ അതായത് നമ്മളിപ്പം ഒരു Day 5 ട്രാൻസ്ഫർ എന്ന് പറയുമ്പം Day 1, 2, 3, 5 കഴിയുമ്പോൾ നമുക്ക് അത്രത്തോളം ക്വാളിറ്റി ഉള്ള എംബ്രിയോ കാണുക എന്നാണ് നമ്മൾ ഈ ബ്ലാസ്റ്റോസിസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളത് ഗർഭത്തിനകത്തേക്ക് നിക്ഷേപിച്ച് കഴിയുമ്പോൾ നമ്മളത് എന്നിട്ടൊരു 10 ദിവസം കഴിഞ്ഞാണ് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്ന പോയിന്റും അതിന് ബേസ് ആയി നമ്മളിപ്പം ഒരു പോസിറ്റീവ് റിസൾട്ട് വരണമെങ്കിൽ 2 ഘടകങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഒന്ന്, നമ്മൾ വെക്കുന്ന ഭ്രൂണം, അത് ഈ പറഞ്ഞ പോലെ ഒരു നല്ലൊരു എംബ്രിയോ വെച്ചു. രണ്ടാമത്, അതിൽ പിടിക്കാൻ സാധ്യതയുള്ള ഗർഭപാത്രത്തിൻ്റെ ലൈനിങ്, എൻഡോമെട്രിയൽ തിക്നെസ്. കാര്യം എൻഡോമെട്രത്തിനകത്ത് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ? ഇപ്പം ഞാൻ ചന്ദ്രൻ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോയിന്റും അത് തന്നെയാണ്. അതായത് ചില കപ്പിൾസിന് അങ്ങനെ വരാം. അതായത് ഏറ്റവും ബെസ്റ്റ് എംബ്രിയോ വെച്ച് കഴിഞ്ഞാലും ചിലപ്പോൾ അത് പിടിക്കാതെ വരാം. അപ്പോൾ അതാണ് നമുക്ക് ഈ എൻഡോമെട്രിയം റിസെപ്റ്റിവിറ്റി ചെക്ക് ചെയ്യാനായിട്ട് എൻഡോമെട്രിയൽ റിസെപ്റ്റിവിറ്റി അസേ എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്യുമ്പോൾ ഈ ഗർഭപാത്രത്തിൻ്റെ ഗർഭപാത്രത്തിൻ്റെ ലൈനിങ്ങിൽ എന്തെങ്കിലും റിസെപ്റ്റിവിറ്റി കുഴപ്പമുണ്ടെങ്കിലും ഇതുപോലെ നല്ല ബ്ലാസ്റ്റോസിസ്റ്റ് വെച്ചാൽ പിടിക്കാതെ വരാം. അപ്പോൾ എറ എന്ന് പറയുന്ന എൻഡോമെട്രിയൽ റിസെപ്റ്റിവിറ്റി അസേ പോലത്തെ ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ ഗർഭപാത്രത്തിൻ്റെ ലൈനിങ്ങിൽ എറയിൽ നല്ല റിസെപ്റ്റീവ് ആണെന്ന് കാണാൻ പറ്റിയാൽ അത് നമ്മൾ സക്സസ് റേറ്റ്സ് കുറച്ചും കൂടെ കൂട്ടും. രണ്ടാമത്, നമ്മൾ ഈ ബ്ലാസ്റ്റോസിസ്റ്റ് വെക്കുമ്പം അത് ഇതിനകത്ത് അറ്റാച്ച് ചെയ്യാൻ എംബ്രിയോ ഗ്ലൂ പോലെ കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ എംബ്രിയോ തിരിച്ച് വെക്കുന്ന ഗർഭത്തിനകത്തേക്ക് നിക്ഷേപിക്കുന്ന ആ മീഡിയക്കകത്ത് എംബ്രിയോ ഗ്ലൂ പോലെ ഹൈറലോണിക് ആസിഡ് പോലത്തെ ആ ഒരു പദാർത്ഥങ്ങളും കൂടെ അതിനകത്തുണ്ടെങ്കിൽ ആ എംബ്രിയോ ഗ്ലൂ കുറച്ചും കൂടെ ഈ ബ്ലാസ്റ്റോസിസ്റ്റും ഈ ഗർഭപാത്രം കൂടെ അറ്റാച്ച് ആവാൻ കുറച്ചും കൂടെ ഗുണം ചെയ്യും. പിന്നെ നമ്മൾ വേറൊരു അഡ്വാൻസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭ്രൂണം നല്ലൊരു ബ്ലാസ്റ്റോസിസ് വെച്ചാലും ഗർഭപാത്രത്തിനകത്ത് കൺട്രാക്ഷൻസ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് പിടിക്കാതെ പോകാം. ഇപ്പോൾ ഗർഭപാത്രത്തിനകത്ത് കൺട്രാക്ഷൻസ് വരാതിരിക്കാൻ അറ്റോസിബാൻ പോലെ ഇഞ്ചക്ഷൻസ് എംബ്രിയോ ട്രാൻസ്ഫർ സമയത്ത് നമുക്ക് കൊടുക്കാവുന്നതാണ്. അത് ചെയ്താലും ഗർഭപാത്രം കൺട്രാക്ഷൻ വരാതെ റിലാക്സ്ഡ് ആക്കി ഇരിക്കുകയും ഈ ബ്ലാസ്റ്റോസിസ് പിടിക്കാനുള്ള സാധ്യത അതിനകത്ത് വരാം. ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം നമ്മളുടെ കുറച്ച് അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻറ്റുകളാണെങ്കിലും അതൊന്നും ഒരു 100% ആകും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഈ ബ്ലാസ്റ്റോസിസ്റ്റ് കുറച്ച് ദിവസം കഴിഞ്ഞ് കുറച്ചുകൂടി ഗ്രോ ചെയ്ത് കാണും. ചിലപ്പോൾ അതിനകത്ത് വരുന്ന എന്തെങ്കിലും ജനറ്റിക് ആയിട്ടുള്ള പ്രോബ്ലംസ് ആവാം. നമ്മളൊരു PGD ചെയ്യാത്തത് കൊണ്ട് നമുക്ക് ശരിക്കും ആ എംബ്രിയോൻ്റെ ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്നു, ഓക്കെ, നല്ലൊരു Day 5 എംബ്രിയോ കാണുന്നു എന്നല്ലാതെ അതിനകത്ത് നമ്മൾ ജനറ്റിക് ടെസ്റ്റിംഗ്, അതായത് PGT പോലത്തെ ഒരു ജനറ്റിക് ടെസ്റ്റിംഗ് ചെയ്താലേ അതിൽ കുറേ കൂടെ ആ കമ്പോണൻറ്റ്, അതായത് ചില കേസുകൾ അങ്ങനെയാണല്ലോ, നമ്മൾ എംബ്രിയോ വെച്ച് കഴിഞ്ഞു പോസിറ്റീവായി ആദ്യം കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് കാണുന്നു, 8 ആഴ്ച 9 ആഴ്ചയിൽ അബോർഷൻ പോകുമ്പം ആ ടെസ്റ്റിങ്ങിന് വിടുമ്പോൾ നമ്മളത് കാണുന്നു ക്രോമസോം പ്രോബ്ലം ഉണ്ടായിരുന്നു. 46 ക്രോമസോമിന് പകരം 45 47 ക്രോമസോമിൻ്റെ ഒരു തകരാറ് കാരണമാണ് അത് പിടിക്കാതെ പോയതോ അല്ലെങ്കിൽ പിടിച്ചിട്ട് അബോർഷനിലോട്ട് പോയതോ. അപ്പം ഞാൻ ഈ ഒന്നൂടെ ടെക്നിക്കിൽ വരുന്ന അടുത്തൊരു ഇതാണ്, നമുക്ക് PGT പോലത്തെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. PGT ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ആ ഭ്രൂണത്തിൻ്റെ ജനറ്റിക് കമ്പീറ്റൻസ് നല്ലതാണെന്നും കൂടെ അറിഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ സാധ്യതകൾ കൂടാം. ഇപ്പം നമ്മുടെ ഹോസ്പിറ്റലിൽ നേരത്തെ പരാജയപ്പെട്ട പേഷ്യൻസ് ഉണ്ടാവാം. ചിലപ്പോൾ അവർക്ക് ഈ പറയുന്ന പോലെ ഫാമിലിയിൽ എന്തെങ്കിലും ജനറ്റിക് ആയിട്ടുള്ള പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ പേഷ്യൻസ് നമ്മൾ PGT ചെയ്യാറുണ്ട്. PGT ചെയ്യുമ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, നമുക്ക് പുറത്തുനിന്ന് വന്ന നമ്മളൊരു കപ്പിൾ ഉണ്ടായിരുന്നു, അവർ USA നിന്ന് വന്നൊരു കപ്പിളാണ്. അത് കഴിഞ്ഞിട്ട് കേരളത്തിൽ നിന്നുള്ളൊരു ഇവരുണ്ട്. അവർ നേരത്തെ ഈ പറഞ്ഞ IVF ഫെയിലിയേഴ്സ്. സമയക്കുറവ് പോലെ ഞാനൊന്ന് ഇടപെടുകയാണ്. IVFന്റെ നൂതന ചികിത്സാ രീതികളെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മോട് സംസാരിച്ചത് തിരുവനന്തപുരം യാന ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റൽസ് ഡയറക്ടറും ചീഫ് കൺസൾട്ടന്റുമായ ഡോക്ടർ വിവേക് പോൾ വിധേയത്തിലാണ്. ഡോക്ടർ, നന്ദി.
ഹലോ ഡോക്ടറിന്റെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.